മലയോരത്തും ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി വിജയകരമായി നടപ്പാക്കി വരുമാനം കണ്ടെത്താമെന്ന് തെളിയിച്ചിരിക്കുകയാണ് തിരുമേനി മുതുവത്തെ മനയത്തുമാരിയിൽ ബേബിച്ചേട്ടൻ. പരമ്പരാഗത നാണ്യവിളകൾക്കൊപ്പം പുതുതലമുറ കൃഷികളും പരീക്ഷിക്കുന്ന ബേബിച്ചേട്ടൻ്റെ കൃഷിയിടത്തിൽ 100ഓളം ചുവട് ഡ്രാഗൺ ഫ്രൂട്ട് ചെടികളാണ് വിളവെടുക്കാൻ പാകമായിട്ടുള്ളത്. സീസൺ മാറുന്നതനുസരിച്ച് കടുത്ത വേനലും കനത്ത മഴയും വിളകളെ സ്വാധീനിക്കുന്ന മലയോരത്തെ കർഷകർക്ക് പുതിയ വരുമാന മാർഗമായി ഡ്രാഗൺ ഫ്രൂട്ടിനെ മാറ്റാമെന്നും ബേബിച്ചേട്ടൻ പറയുന്നു. കാണാം ബേബിച്ചേട്ടൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയുടെ വിശേഷങ്ങൾ. തിരുമേനി പ്രദേശത്തെ മികച്ച കർഷകരിൽ ഒരാളാണ് മുതുവത്തെ മനയത്തുമാരിൽ ബേബിച്ചേട്ടൻ. പരമ്പരാഗതമായി കൃഷി ചെയ്യുന്ന നാണ്യവിളകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതുതലമുറ കൃഷിയും പരീക്ഷിക്കാൻ ബേബിച്ചേട്ടൻ മടിക്കാറില്ല. അങ്ങനെ വ്യത്യസ്തമായ വിളകൾ തേടിയുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് ബേബിച്ചേട്ടൻ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാൻ തീരുമാനിച്ചത്. 1.5 വർഷം മുമ്പ് മൂവാറ്റുപുഴയിൽ നിന്നും ഒരടി വലിപ്പത്തിലുള്ള തണ്ടുകൾ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചു. അന്ന് നട്ട 100ഓളം തണ്ടുകളും ചെടിയായി വളർന്ന് പൂവിട്ട് കായ്ച്ചു. 1.5 വർഷം കൊണ്ട് ഡ്രാഗൺ ഫ്രൂട്ടുകൾ വിളവെടുക്കാൻ പാകമായി കഴിഞ്ഞു. എല്ലാ ചെടികളിലും ധാരാളം കായ്ഫലമുണ്ട്. വിപണിയിൽ കാണുന്നത്ര വലിപ്പമുള്ളവയല്ല പലതും. അതിൻ്റെ കാരണവും ബേബിച്ചേട്ടൻ തിരിച്ചറിഞ്ഞു. കൂടുതൽ പരാഗണം നടത്തി എണ്ണം വർദ്ധിപ്പിച്ചാൽ കായകൾക്ക് വലിപ്പം കുറയും. നല്ല വലിപ്പമുള്ള കായ പഴുത്താൽ 3 എണ്ണം ഉണ്ടെങ്കിൽ 1 കിലോയാകും. കിലോയ്ക്ക് 200 രൂപ വരെ കർഷകന് വിപണിയിൽ നിന്നും ലഭിക്കും. പൂവിട്ട് തുടങ്ങിയാൽ 1 മാസം കൊണ്ട് പഴുത്ത് പാകമാകും. വിപണിയിൽ ഡ്രാഗൺ ഫ്രൂട്ടിന് ആവശ്യക്കാരും ഏറെയുണ്ട്. മറ്റു പഴക്കൃഷികളെ അപേക്ഷിച്ച് പരിപാലന ചെലവും താരതമ്യേന കുറവാണ്. മലയോരത്തിൻ്റെ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി മറ്റു കർഷകർക്കും തിരഞ്ഞെടുക്കാവുന്ന ഒന്നാണെന്ന് ബേബിച്ചേട്ടൻ പറയുന്നു. ഉൽപ്പാദന ചെലവ് കുറവും ആദായം കൂടുതലുണ്ടെന്നുള്ളൊരു ധാരണയിലാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാനുള്ള താല്പര്യം എനിക്കുണ്ടായത്. പുതിയതായിട്ട് എന്ത് കൃഷി വന്നാലും എനിക്കതിനോട് പൊതുവെ താല്പര്യം കൂടുതലാണ്. അങ്ങനെ വന്നപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായത്. നാട്ടിൽ പോയി ഇപ്പം നാട്ടിൽ നിന്ന് ഇവിടെ ഒരു നഴ്സറി ഉണ്ട്. അവിടെ നിന്ന് തൈ കൊണ്ടുവന്ന് സാമ്പിൾ വെച്ച് പിടിപ്പിച്ച് ആക്കിയതാണ്. ഇതിൻ്റെ ഒരു പരിചരണ രീതിയും നമ്മുടെ ഈ നാട്ടിൽ എങ്ങനെ ഇത് പരിചരണം എന്ന് പറഞ്ഞാൽ ഉണക്ക് ചെറുക്കാനുള്ള ശേഷി കൂടുതലുണ്ട്. ഒരുപാട് ഉണക്കുണ്ടായാലും ചെടി പിടിച്ച് വയ്ക്കാനുള്ള ശേഷി, അതിന് ജലം സംഭരിച്ച് വയ്ക്കാനുള്ള ശേഷി കൂടുതലുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഉണക്കം വെക്കും. പിന്നെ കൂടുതൽ വെള്ളം വേണമെന്ന് നനയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ പരിചരണത്തിൻ്റെ കുറവായാലും കുഴപ്പമൊന്നുമില്ല. അസുഖങ്ങൾ കുറവുണ്ട്, രോഗം കുറവുണ്ട്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണോ ഈ കൃഷി? കാലാവസ്ഥ അനുയോജ്യ, കുഴപ്പമില്ല. ഇവിടുത്തെ ചൂട് താങ്ങാനുള്ള ശേഷി ഇതിനുണ്ട്. കാലാവസ്ഥയ്ക്ക് വളരെ അനുകൂലമാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. റെഡ് ഡ്രാഗൺ ഫ്രൂട്ടാണ് ബേബിച്ചേട്ടൻ്റെ കൃഷിയിടത്തിൽ കൂടുതലുള്ളത്. വില കൂടുതൽ ലഭിക്കുന്ന ഫലോറ എന്ന് വിളിക്കുന്ന മഞ്ഞ നിറമുള്ള ഡ്രാഗൺ ഫ്രൂട്ടും കുറച്ചെണ്ണം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ജാതിയും കൊക്കോയും വാനിലയും തുടങ്ങി എല്ലാവിധ കൃഷികളും നടത്തി മികച്ച വിളവെടുക്കുന്ന ബേബിച്ചേട്ടൻ്റെ മറ്റൊരു സക്സസ് സ്റ്റോറിയാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.